നമസ്കാരം. ഇന്നലെ രാജ്യത്ത് യൂണിയൻ ബജറ്റ് സമ്മേളനം ആരംഭിച്ചിരുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ പ്രസംഗത്തോടെയാണ് ബജറ്റ് സമ്മേളനം ആരംഭിച്ചത്. എന്നാൽ നേരം ഇരുട്ടി വെളുത്തപ്പോഴേക്കും ഒരു പ്രസ്താവന അത് രാജ്യത്ത് വലിയ പുകിലുണ്ടാക്കിയിരിക്കുകയാണ്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം സോണിയാഗാന്ധി പറഞ്ഞ ചില വാക്കുകളാണ് വലിയ വിവാദമായി മാറിയിരിക്കുന്നത്. സോണിയയുടെ പ്രസ്താവന അത് തെറ്റെന്ന് BJPയും, എന്നാൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ വളച്ചൊടിക്കുകയാണെന്ന് കോൺഗ്രസും വാദിക്കുമ്പോൾ ഇവിടെ സംഗതി ആകെ കുഴഞ്ഞു മറിയുകയാണ്. പാവൻ രാഷ്ട്രപതി വായിച്ച് ക്ഷീണിച്ചിരിക്കുന്നുവെന്നാണ് സോണിയാഗാന്ധി പാർലമെൻറ്റിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്നാൽ ഇത് രാഷ്ട്രപതിയോടുള്ള അനാദരവാണെന്ന് BJPയും മോദിയും എന്തിന് രാഷ്ട്രപതി ഭവനിൽ നിന്ന് പോലും വിമർശനം ഉയർന്നു വന്നു. രാഷ്ട്രപതി ഭവൻ്റെ അന്തസ്സിനെ മുറിവേൽപ്പിക്കുന്ന വാക്കുകളാണെന്നും സോണിയയുടെ വാക്കുകൾ അംഗീകരിക്കാൻ ആവില്ല എന്നും രാഷ്ട്രപതി ഭവൻ വ്യക്തമാക്കി. സമൂഹത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ ക്ഷീണം തോന്നേണ്ട കാര്യമില്ല, മോശം പ്രതികരണങ്ങൾ ഒഴിവാക്കാമായിരുന്നുവെന്നും രാഷ്ട്രപതി ഭവൻ ചട്ടം കെട്ടി. എന്നാൽ ഈ സംഭവത്തിന് ആസ്പദമായിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ അത് പുറത്തു വന്നിട്ടുണ്ട്. ആദ്യം നമുക്കൊന്ന് കണ്ടു നോക്കാം. No comment. No, the president was getting very tired by the end. Repeating the same thing again and again. No, she could hardly speak, poor thing. थोड़ा पीछे हो जाए, थोड़ा पीछे हो जाए. आ रही गाड़ी तो क्या करें? आ रही. I'm going to leave you now. Nice साड़ी प्रियंका. Nice साड़ी. दादी. भाई जब आ रही लोग दूसरे को ले जाए. वो ना nice साड़ी का है दादी तो मम्मी. What's that? We know son of chicken pox. Really? ഈ പറഞ്ഞ വീഡിയോയിൽ സോണിയയുടെ വാക്കുകൾക്കെതിരെ പ്രധാനമന്ത്രി മോദി പറഞ്ഞത് ഇങ്ങനെയാണ്: കോൺഗ്രസിലെ രാജകുടുംബം ആദിവാസി മകളെ അപമാനിച്ചുവെന്നാണ് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തുന്നത്. ദ്രൗപദി മുർമു ആദിവാസി കുടുംബത്തിൽ നിന്നുമാണ് വരുന്നത്. അവരുടെ മാതൃഭാഷ ഹിന്ദിയല്ല, ഒഡീഷയാണ്. അവർ ഇന്ന് പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗം വലിയ പ്രചോദനം നൽകുന്നതാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ രാജകുടുംബം രാഷ്ട്രപതിയെ അധിക്ഷേപിച്ചു. പ്രസംഗം മടുപ്പിക്കുന്നതാണെന്നാണ് രാജകുടുംബത്തിലെ ഒരംഗം പറഞ്ഞതെന്നാണ് മോദി പറയുന്നത്. ഡൽഹിയിലെ പാർട്ടി റാലി അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിക്കവെയായിരുന്നു മോദി സോണിയാഗാന്ധിക്കെതിരെ ഈ വിമർശനം ഉയർത്തിയത്. രാജ്യത്തെ 10 കോടി ആദിവാസി സഹോദരന്മാരെ അപമാനിക്കുന്നതാണ് ഈ പരാമർശമെന്നും ഇത് രാജ്യത്തെ നിർധനരെ അപമാനിക്കുന്നതാണെന്നും മോദി വിമർശിക്കുകയാണ്. കൂടാതെ സോണിയയുടെ പരാമർശത്തിനെതിരെ ഭരണപക്ഷമായിട്ടുള്ള MP-മാർ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നു. ഒരു ആദിവാസി വനിതയെ ഉൾക്കൊള്ളാൻ കോൺഗ്രസിൻ്റെ ഫ്യൂഡൽ മനസ്സിന് സാധിക്കുന്നില്ല എന്നും ഒരു ആദിവാസി വനിത ഇന്ത്യൻ രാഷ്ട്രപതി ആകുമെന്ന് അവർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല എന്നും BJP വിമർശനം ഉന്നയിച്ചു. എന്നാൽ തൻ്റെ അമ്മയ്ക്ക് പ്രായമായി എന്നും അവർ രാഷ്ട്രപതിയോട് അനാദരവ് കാണിച്ചിട്ടില്ല എന്ന പ്രതികരണവുമായിട്ട് ഈ വിവാദങ്ങൾക്കൊക്കെ പിന്നാലെ പ്രിയങ്ക ഗാന്ധിയും രംഗത്തെത്തി. തൻ്റെ അമ്മയ്ക്ക് രാഷ്ട്രപതിയോട് അങ്ങേയറ്റം ബഹുമാനമുണ്ടെന്നും ആ പരാമർശം അത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെന്നും പ്രിയങ്ക പറഞ്ഞു. രാജ്യത്തെ നശിപ്പിച്ചതിന് ആദ്യം മാപ്പ് പറയേണ്ടത് BJP ആണെന്നും ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് പ്രിയങ്ക പറഞ്ഞു. BJPയുടെ അനാവശ്യത്തെയും അവർ ആഞ്ഞടിച്ചു. സോണിയാഗാന്ധിയുടെ പരാമർശം രാഷ്ട്രപതിയോടുള്ള അനാദരവല്ല എന്നാണ് പ്രിയങ്കയുടെ വാദം. പ്രിയങ്കയുടെ ആ പ്രതികരണത്തിലേക്ക്. Very tired by the end of the address is in a poor taste. My mother is a 78-year-old lady. She simply said that the president must have been tired reading such a long speech. Poor thing. I don't think she fully respects, in fact she has the utmost respect for her. And I think it's very unfortunate that this kind of thing is twisted by the media. They are both respected people. They are older than us. They are a certain age now. And it's pretty clear that she means no disrespect. BJP माफी की मांग कर रहे हैं. BJP माफी की मांग कर रहे हैं. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.